ഹൈ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഒരു ഫോൺ വാങ്ങി. ഏതാ ഫോണെന്ന് അറിയണ്ടേ? iPhone 70. അപ്പോൾ ഇത് വാങ്ങുന്ന വീഡിയോ എല്ലാം ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറിയിട്ട് കാണാട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിയെന്ന് വെച്ചാലേ iPhone 70 ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5:45, അതായത് മഗ്‌രിബ് സമയം. ഇതേ സമയത്ത് മിന്നാന്ന് ഇറങ്ങിനി ഇതേപോലെ ഇന്നലെ. അത് മൊബൈലിൻ്റെ ക്ലാരിറ്റി നോക്കാൻ വേണ്ടിക്കല്ല, വീഡിയോ ക്വാളിറ്റി നോക്കാൻ വേണ്ടിക്കല്ല. അത് ഞാൻ ഒരു മൈക്ക് വാങ്ങിനി, ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക്. അറിയാലോ, ഒരു ബട്ടൺ പോലത്തെ മൈക്ക് ഇങ്ങനെ വെക്കുന്നത്, വയർലെസ് മൈക്ക്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാൻ വേണ്ടിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായി. അത് നമ്മളെ DJI Action 5 Proയിൽ കണക്ട് ചെയ്തിട്ടാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോവും എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഒന്ന് കയറിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ഫോണ് നമ്മളെ ആപ്പിൾ iPhone 70 ഗ്രീൻ കളർ കേട്ടോ. പക്ഷേ ശരിക്കും ഗ്രീൻ കളറാണെങ്കിലും ഗ്രീൻ നല്ല പേര്, അതിനൊരു പേരുണ്ട്, എനിക്കറിയാം പക്ഷെ കിട്ടുന്നില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ആ പേര് എന്താണ്. എന്തോ ഒരു പേരുണ്ട്. ഇപ്പം 4-5 കളറിൽ ഈ മൊബൈൽ ഇറങ്ങിനി, iPhone 70 4-5 കളറിൽ ഇറങ്ങിനി. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ iPhone 70ൻ്റെ ഫ്രണ്ട് ക്യാമറയിലോട്ട് കേട്ടോ. ഫ്രണ്ട് ക്യാമറൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാരിറ്റി മോശമില്ല അല്ലേ? ഇല്ല, ക്ലാരിറ്റി മോശമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മൈക്കില്ലേ പുതിയ വാങ്ങിയ ആ മൈക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്ര വരെ കേട്ടത് ഞാൻ പറഞ്ഞില്ല iPhone 70ൻ്റെ മൈക്ക് തന്നെയാണ്. iPhone 70 ഫോണിലുള്ള മൈക്ക്. നോയ്സ് എല്ലാം ഉണ്ടാ, പക്ഷിയെല്ലാം കരിയുന്ന സൈഡിൽ നിന്ന് അതിൻ്റെ എല്ലാം സൗണ്ട് ഉണ്ടാവും. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മൈക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, എടുത്തു മൈക്ക്. ഏടണ മൈക്ക്? മൈക്ക് ഇതാ, മാഗ്നറ്റ് ആട്ടാ. ഷർട്ടിനെല്ലാം നമുക്ക് ഇതൊരു ബട്ടണിൻ്റെ കുറച്ച് വലുത്, നമ്മളെ ഷർട്ടിൻ്റെ എല്ലാം ബട്ടണില്ലേ അതിൻ്റെ കുറച്ച് വലുത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഈ ക്യാമറയുടെ ക്യാമറ ക്ലാരിറ്റി നോക്കണ്ടേ? ബാക്ക് ക്യാമറ, ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ, ഇനി ബാക്ക് ക്യാമറൻ്റെ ക്ലാരിറ്റി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ മൊബൈലിന് വെച്ചാൽ കുത്തനെ പിടിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് നമ്മളെ ഫിലിം സൈസ് വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ മൊബൈൽ? അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്ക് ക്യാമറ കിട്ടണമെങ്കിൽ അങ്ങനെ പിടിക്കണം, ചെരിച്ച് പിടിക്കണം. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടല്ല, എന്താ പറയല്? കാണിച്ചു തരാം, ക്ലാരിറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഇരുട്ടാവാനായി കേട്ടാ. അമ്പലത്തിലെ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് ഈ സമയത്ത്. അമ്പലത്തിലെ പാട്ടെല്ലാം കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് കേൾക്കും, ബാങ്കും കേൾക്കും. ഇതാ, ഇത് 1x കണ്ടാ. ഫുൾ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഫുൾ വൈഡ്. പിന്നെ ഇത് 1. ഇത് നായനൊക്കെ ഉണ്ട്, അങ്ങ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. ഇത് 2 കണ്ടാ, ഇത് 2 ആയി പോയി. ഇതാ എടുത്തു. ഇതിനാ സൂം ചെയ്ത് കേട്ടാ. ഇത് 1, ഇത് 2, ഇത് 1, ഇത് ഫുൾ വൈഡ് കണ്ടാ. ഫുൾ വൈഡ് 1, 2. പിന്നെ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ട് വേണമെങ്കിൽ ക്യാമറ നേരെ പിടിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വീഡിയോ എടുക്കാം, ഇങ്ങനെയും എടുക്കാം. പിന്നെ ഇതിൽ ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടിക്ക് സൈഡിലൊരു ഇതുണ്ട്, ഒരു ബാറുണ്ട്, ടച്ച് ബാർ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലൊന്നും അങ്ങനെ ആരും ചെയ്യാൻ നിൽക്കില്ല എനിക്ക് തോന്നുന്നു. കൂടുതൽ ആൾക്കാർ ഇതിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ തോന്നുന്നു. അത് കറക്റ്റ് നമ്മളെ വിരലിന് കറക്റ്റ് ലെവലല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ടില്ലേ, ക്ലാരിറ്റി കണ്ടില്ലേ? ഇപ്പോൾ സന്ധ്യ കേട്ടാ. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ശരിക്കും ക്ലാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ഒരു വൈകിട്ട് ഒരു 3 മണിക്കെല്ലാം ഇറങ്ങിയിട്ട് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ. ക്ലാരിറ്റി ഉച്ച സമയത്ത്, അതായത് വൈകിട്ടൊക്കെയുള്ള സാധാ വെയിലത്തുള്ള വീഡിയോ ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഏതായാലും മൈക്ക് കണക്ട് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞില്ല മിന്നാന്ന് വാങ്ങിയ മൈക്കില്ലേ, ആ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാരിറ്റി നോക്കാമല്ലോ. വീഡിയോ ക്വാളിറ്റി തന്നെ, ഓഡിയോ ക്വാളിറ്റി. ഇപ്പം മൊബൈലിൻ്റെ ഞാൻ പറഞ്ഞില്ല iPhone 70ൻ്റെ മൈക്കിൽ തന്നെയാണ് ഇത് നിങ്ങൾ കേൾക്കുന്നത്, മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട്. കാരണം ഫോണിലുള്ള മൈക്കിൽ വരുന്ന സൗണ്ട്, ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കില്ലേ ഫോണിൽ, അപ്പോൾ അതിൽ വരുന്ന സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതാ ഞാൻ പറഞ്ഞ
ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ആ മൈക്കിതാ കണ്ടോ, ചെറിയ ബട്ടൻ്റെ അത്ര പറഞ്ഞാൽ ബട്ടനേക്കാൾ കുറച്ച് വലുത്. ഇത്തുള്ള ബട്ടണെല്ലാം വരുന്നുണ്ടാവും. ബട്ടനേക്കാൾ കുറച്ച് വലുത് എന്ന് പറയാം. ഇത്തുള്ള ബട്ടണിലോണ്ട് ബട്ടൻ്റെ അത്ര എന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മൈക്ക്, പിന്നെ ഇതിൻ്റെ റിസീവർ ഉണ്ട്. ഐഫോണിൽ കുത്തേണ്ട റിസീവർ ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിൽ കുത്തേണ്ട റിസീവർ ഉണ്ട്. പക്ഷേ ഇത് iPhone 70 സാധാ സീപോർട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആൻഡ്രോയിഡിലും കുത്താം, ഐഫോണിലും കുത്താം. അപ്പോൾ ഇത് കണക്ട് ചെയ്യട്ടെ. ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് റിസീവർ എടുത്തിട്ട് ഫോണിൽ കുത്താം. ഇനി റിസീവർ കുത്തണം, ഞാൻ ഫോണിൽ കുത്താട്ടോ. എന്നിട്ട് നമുക്ക് വോയിസ് ചേഞ്ച് നോക്കാമല്ലോ. ഓക്കെ, കുത്തട്ടെ. ഇതാ സാധനം കണ്ടോ, ഇതാ ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഫോണിൽ കണക്ട് ചെയ്യുന്നതോടുകൂടി സൗണ്ട് മാറുന്നതാണ്. നോയ്സെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ പക്ഷി കരിയുന്ന സൗണ്ടെല്ലാം ഇതാ പരുന്തരിയുന്ന. ഇപ്പം ബാങ്ക് കൊടുക്കും കേട്ടോ. ബാങ്ക് കൊടുക്കാനായി. അമ്പലത്തിലെ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നെല്ലാം അപ്പുറത്തെല്ലാം അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കുന്നതെല്ലാം കേൾക്കുമായിരുന്നു. ഇത് വയലല്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ പറഞ്ഞേ. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മൈക്ക് കണക്ട് ചെയ്തേട്ടാ ഫോണിൽ. ഇനി ഓഡിയോ ചെറിയ മാറ്റം ഉണ്ടാവും. ഇതിപ്പം നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ടില്ല കേട്ടോ, സാധാ. അതിനിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതാ മൈക്ക്, ബൈക്ക് കുറച്ച് കയറ്റി വെക്കാമല്ലേ. മൈക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇതാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കണ്ടോ, അത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ആവും. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇട്ട്. നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷനായി. ക്യാൻസലേഷനായി. അവനെ നമ്മൾ ഈ റിസീവറിലും മാറും കേട്ടോ, പച്ചയാവും. അല്ലെങ്കിൽ ബ്ലൂ കളർ അല്ലെങ്കിൽ പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞാൽ റിസീവറിലും പച്ച കളറിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. റിസീവർ നോക്കിയാൽ തന്നെ മനസ്സിലാവും നോയിസ് ക്യാൻസലേഷൻ ആണോ അല്ലയോ എന്ന്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇടമൂല പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ സൗണ്ട്, പക്ഷികൾ കരയുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടോ? ഇവിടെ ചെറുതായിട്ട് ഇന്ന് കാറ്റില്ല. മിന്നാന്ന് മൈക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ കാറ്റുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കാറ്റില്ല. ചെറുതായിട്ട് കാറ്റെന്ന് പറയാനില്ല കേട്ടോ. ഇന്ന് ഇലയൊന്നും അനങ്ങുന്നില്ല. ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് ഇലയെല്ലാം കാണിച്ചാലല്ല മരം ബടി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ഇത് കണ്ടോ, ഇലയൊന്നും ഒരു അനക്കം പോലും ഇല്ല. അപ്പോൾ അതായത് ഇന്ന് കാറ്റില്ല. അപ്പം മിന്നാന്ന് കാറ്റുണ്ടായിനി. അപ്പോൾ ഞാൻ തിരിച്ചു നടക്കാട്ടാ. സൂര്യനെല്ലാം അസ്തമിച്ച് തിരിച്ചു നടക്കുക. അപ്പോൾ ലൈറ്റ് നേരെ ഓപ്പോസിറ്റായി. സൂര്യൻ അങ്ങാന്ന് അസ്തമിക്കുക. ഇതാ അങ്ങാ മലൻ്റെ അങ്ങപ്പുറം അസ്തമിച്ച് സൂര്യൻ അസ്തമിച്ച് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ആദ്യം പറയാം, ഞാൻ ഈ ഫോണ് വാങ്ങിയത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അത്യാവശ്യം റീൽസും ഷോർട്സ് ഇങ്ങനത്തെ റീൽസെല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ വ്ളോഗ് ഇതുവരെയായിട്ടും മൊബൈലിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും കാലമായിട്ട് വ്ളോഗ് മൊബൈലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് റീൽസ് ഇതെല്ലാം ചെയ്യാമല്ലോ. കാര്യം ഞാൻ ക്യാമറയിൽ തന്നെ ചെയ്യല്. മുമ്പേ ഞാൻ വ്ളോഗെല്ലാം ക്യാമറയിൽ തന്നെ ചെയ്യല്. നമുക്ക് ആക്ഷൻ ക്യാമറയും മറ്റേതെല്ലാം ആയിട്ട് ക്യാമറയിൽ തന്നെയാണ് ഞാൻ ചെയ്യല്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോയിസ് ക്യാൻസലേഷൻ മാറ്റട്ടെ. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? ഞാൻ ഫ്ലൈറ്റിനെ കാണിച്ചിട്ടല്ല, കാണാൻ നോക്കട്ടെ. അതാ ഫ്ലൈറ്റ്. ഇത് 2X ഉണ്ടോ? ഇത് 2X അങ്ങെത്തി. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ഉണ്ടോ? ഇത് ഫുൾ ഇങ്ങനെ സൂം ചെയ്തിട്ട് ലൈറ്റെല്ലാം ഇങ്ങനെ മിന്നുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് കേട്ടോ, അല്ലേ? അടിപൊളിയാണ് വീഡിയോ എല്ലാം. ഇതിപ്പം ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ടോ, ചെടികൾ കണ്ടോ. വീഡിയോ ക്വാളിറ്റി എല്ലാം മോശമില്ല, അടിപൊളിയാണ്. ബാക്ക് ക്യാമറ ഇതാ വീഡിയോ ക്വാളിറ്റി കാണാൻ വേണ്ടിക്ക് പറ്റിയ ഇതാ കണ്ടോ. ഇത് ബാക്ക് ക്യാമറൻ്റെ വീഡിയോ ക്വാളിറ്റി സംഭവം മോശമൊന്നുമില്ല കേട്ടോ, നല്ല തന്നെ അടിപൊളി ക്ലാരിറ്റിയാണ് അല്ല. സെറ്റല്ലേ? ഇത് 2Xലാണ് ഉള്ളത്, ഇത് 1X. ഇത് ഫുൾ വൈഡ് 1X 2X ഉണ്ടാ. ഇവിടെ ഒരു ഉറുമ്പ് ചെയ്താ എത്രത്തോളം പോകുന്നുണ്ട് നോക്കട്ടെ. ഇവിടം വരെ പോകുന്നുണ്ട്. കിട്ടുന്നുണ്ട്. 2-ൽ തന്നെ പരമാവധി നമുക്ക് കണ്ടോ. അപ്പം ക്യാമറ മാറി. ഇപ്പോൾ സമയം ആയി കേട്ടോ, 6 മണി കഴിഞ്ഞ് 6:15 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല 6 മണി കേട്ടോ, 6:03 6:03. പള്ളിയിൽ നിന്ന് സലാത്ത് ചൊല്ലുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ. ഇത് ബോട്ടാട് പള്ളിയിൽ നിന്ന് ചൊല്ലുന്ന സലാത്ത്. ഏഴമൂല പള്ളിയിൽ നിന്ന് ഉണ്ട്. ഒരു സൈഡ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്പലത്തിലാണെന്ന് പാട്ട് ഇതും കേൾക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ പാട്ടിൻ്റെ ടൈമായി തോന്നട്ടെ. ഇപ്പോൾ അതെല്ലാം ഓഫാവും. 6 മണിക്കാറ്റാന്ന് 5:30. എത്ര മണിക്കാണ് വെക്കലമ്മ? ചെങ്ങൽ അമ്പലത്തിൽ നിന്നെല്ലാം നേരത്തെ തുടങ്ങിയിനി, കുറച്ച് നേരത്തെ കേട്ട് തുടങ്ങിയിനി. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, മൈക്ക് മാറ്റാം. ഇനി നമുക്ക് ഫോണിലെ മൈക്കിൽ തന്നെ സംസാരിക്കാം അല്ലേ? ഫോണിൻ്റെ ക്ലാരിറ്റി നോക്കുന്നതല്ലേ. ഇതിപ്പോൾ ഫോണിൻ്റെ വോയിസ് ആട്ടോ, ഫോണിൽ കിട്ടുന്ന വോയിസ്.
പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ക്വാളിറ്റി പറയാൻ വിട്ടുപോയി. എത്രയാ അറിയാം, 4K 60 ഫ്രെയിം/സെക്കൻഡിൽ എടുക്കുന്ന കേട്ടോ. 4K ഇപ്പോൾ ഞാൻ എടുക്കല്, മുമ്പും 4K എടുക്കലുണ്ട്, പിന്നെ ഞാൻ ഫുൾ HD എടുക്കല്. ആൾക്കാർ ഫുൾ HD വീഡിയോ കൂടുതൽ കാണുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ട് ഫുൾ HD എടുക്കല്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 4K കിട്ടത്. 4K ക്വാളിറ്റി ഒന്നും ഇപ്പോൾ കണ്ടത്. ഓക്കെ, 4K എങ്ങനെ ഉണ്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഈ ടെക് വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. ഞാൻ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വീഡിയോസ്. അതിൽ കൂടുതൽ ട്രാവലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവില്ല. അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. എന്ന് വെച്ചിട്ട് ഞാൻ ടെക് വീഡിയോ ചെയ്യുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടെക് വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ട് വിളിക്കരുത്. അതിന് വേണ്ടിക്ക് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ്. പിന്നെ ഞാൻ വാങ്ങിയൊരു ഫോണല്ല, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അങ്ങനെ ചെയ്യുന്ന വീഡിയോ കേട്ടോ. അല്ലാണ്ട് എപ്പോഴും ടെക് വീഡിയോ ചെയ്യുന്ന ആളല്ല. ആദ്യമായിട്ട് കാണുന്നവർ, എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. സ്ഥിരം എൻ്റെ വീഡിയോ ആണെന്നവർക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ നന്ന ലൈറ്റ് ലോ ആണ് കേട്ടോ. കണ്ണോട് കാണുമ്പോൾ ലൈറ്റ് നന്ന ലോ ആയിനി, പക്ഷെ എന്നാലും ക്യാമറയിൽ നല്ല ക്ലാരിറ്റി, ലൈറ്റും ക്ലാരിറ്റിയെല്ലാം കാണുന്നുണ്ട്. ലൈറ്റ് കാണുന്നുണ്ട് ക്യാമറയിൽ, മോശമില്ലാത്ത. ഓക്കെ, അപ്പം ഞാൻ ഫോൺ കയ്യിൽ തന്നെ പിടിച്ചിട്ടില്ല. ജിമ്പലും മറ്റേ എന്താ പറയുക, ജിമ്പലൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ജിമ്പലൊന്നും ഉപയോഗിക്കില്ല. പിന്നെ മറ്റേ എന്താ പറയുക, കയ്യിൽ വെക്കുന്ന ഇതില്ലേ, ട്രൈപ്പോഡ്, സ്റ്റാൻഡ്, അങ്ങനത്തെ ഒന്നുമില്ല. ഓൺലി കൈയോട് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ, ഓൺലി കൈ. ഓക്കെ, നമ്മളെ ഏഴമൂല പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നെരിയമ്പുറത്തെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഇപ്പം ബോട്ടാട് പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഫോണിലെ മൈക്കിലാണെന്നുള്ളത് കേട്ടോ, ഫോണിലെ മൈക്ക്, അതായത് ഫോണിലെ സൗണ്ട്, ഫോണിൻ്റെ സൗണ്ട്, iPhone 17 സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാ ഞാൻ നടന്നിങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്, മോശമില്ല. അത്യാവശ്യം ഒന്നല്ല, നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, മോശമൊന്നുമില്ല. ഇത് സന്ധ്യാസമയത്ത് ചന്ദ്രനൊക്കെ ഉണ്ടോ, മൂൺ, ഇതാ ചന്ദ്രമാമൻ. ഇതൊരു പരുന്ത് കൂടണയാൻ പോകുന്നുണ്ടോ, കണ്ടോ? പരുന്തൊക്കെ കൂടണയാൻ പോക്കായി, ഞാനും കൂടണയാൻ പോട്ട്. ഇതാ ചന്ദ്രനത് അങ്ങാടാ കാണുന്നുണ്ടല്ലേ, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് കൊടുത്ത് ഇനിയിപ്പോൾ നന്നായി ഇരുട്ടാവും. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമില്ല, ഇതില്ലല്ലോ, നോയ്സ് വരും കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് എന്തായാലും നോയ്സ് വരും. കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ നല്ല നോയ്സ് വരും. ഇന്നലെ പോയി ഒരു മുടി മുറിച്ച് ഷേവ് ചെയ്ത് കുട്ടപ്പനായി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 17 ക്ലാരിറ്റി കേട്ടോ. ഓക്കെ.